താൻ കടന്നുവന്ന വഴികളൊന്നും നിസ്സാരമായിരുന്നില്ലെന്ന് നടി മഞ്ജു പത്രോസ്. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിവാഹശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇത്ര എളുപ്പമല്ല. നമുക്ക് ബഹുമാനം വേണം, സ്നേഹം വേണം, എല്ലാം വേണം. പക്ഷേ ഏറ്റവും വേണ്ടത് പൈസയാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കിഡ്നി വരെ വിൽക്കാൻ പോയ ഒരാളാണ് ഞാൻ. ജീവിക്കണ്ട എന്നുവരെ തോന്നി. പക്ഷെ നമ്മുടെ മകൻ, അമ്മച്ചി, പപ്പ ഇവരെയൊക്കെ ഓർത്ത് നമ്മൾ പിടിച്ചു നിൽക്കും. ജീവിക്കാൻ സ്നേഹം മതിയെന്ന് പറഞ്ഞ് ഇന്നത്തെ തലമുറയെ ആളുകൾ പറഞ്ഞു പറ്റിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പണം തന്നെ വേണം. പണമില്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. ജീവിക്കാനുള്ള ആത്മവിശ്വാസം പണമാണ്. അത് കിട്ടിയപ്പോഴാണ് ജീവിക്കണമെന്ന് തോന്നിയത്. ഇത് എന്റെ അഭിപ്രായമാണ്. പണമുള്ളവനെ ലോകം അംഗീകരിക്കുകയുള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ ഒരുപാട് ജോലികൾക്ക് പോയിട്ടുണ്ട്. പലരും മോഹൻലാലിനെ കാണാമെന്ന പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. ഞാൻ അങ്ങനെയായിരുന്നില്ല. എനിക്ക് പണം വേണമായിരുന്നു. കുറെ കടങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ട പണം ചാനലിനോട് സംസാരിച്ച് അവർ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് പോയത്. പക്ഷെ പലരും എന്നെ തെറ്റിദ്ധരിച്ചു. ബിഗ് ബോസിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി വീട്ടിൽ പോയി മകനെ കാണാം, അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരിക്കാം എന്നിങ്ങനെയായിരുന്നു ആഗ്രഹം. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത സാഹചര്യമാണ് പുറത്തുനിന്ന്. എനിക്കറിയില്ലായിരുന്നു. എന്റെ മകൻ എന്നെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു അതിന് വിപരീതമായാണ് ആളുകൾ എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ പേടിച്ചു പോയി. മകന്റെ പ്രായമുള്ള കുട്ടിയോട് ചേർത്താണ് എന്നെ മോശമായി ചിത്രീകരിച്ചത്. അത് എനിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലെന്നല്ല. ഇതിലൂടെയെല്ലാം ഒരാളുടെ ലൈഫ് കടന്നു പോകും. ആ സമയത്ത് നമുക്ക് മരിച്ചു കളയാൻ തോന്നും. ഒരു കൈ എവിടെ നിന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്ന സ്ഥിതിയിലാകും. പലവട്ടം മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാനൊരു പേടിത്തൊണ്ടി ആയതുകൊണ്ടാവാം ചെയ്യാതിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരഞ്ഞ ദിവസങ്ങളുമുണ്ട്.